ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും സംസാരിക്കാറുണ്ട്. പല യൂട്യൂബ് വീഡിയോസും ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാൻ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള, എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയ ചില സൂത്രങ്ങളാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഒരു ലക്ഷ്യം നേടിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല, ബട്ട് നമുക്ക് എല്ലാവർക്കും കഴിയുന്നൊരു കാര്യമാണ്. നമ്മൾ നല്ല രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ മെയിനായിട്ടുള്ള പ്രോസസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്. എപ്പോഴും നമ്മൾ ഒരു ലക്ഷ്യമായിരിക്കണം നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യേണ്ടത്. ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ കംപ്ലീറ്റ് ഫോക്കസും കൊടുക്കേണ്ടത് ഒരു സിംഗിൾ ഗോളിന് വേണ്ടിയിട്ടായിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ചെയ്യേണ്ട അടുത്ത രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതി വെക്കാൻ നമ്മൾ തയ്യാറാവണം. എന്ന് വെച്ചാൽ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുടങ്ങേണ്ടത് എഴുത്തിൽ നിന്നാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്നാമത്തേത് ഒരു ഗോളാണ് അറ്റ് എ ടൈം നമുക്ക് ഉണ്ടാവേണ്ടത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ എഴുതാൻ നമ്മൾ തയ്യാറാവണം. ഈ രണ്ട് കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ മാത്രം തുടർന്നുള്ള വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി, ഇല്ലെങ്കിൽ ടൈം വേസ്റ്റ് ആവും. ഓക്കെ, ഉറപ്പാണ് ഇത് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കി തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് റിസൾട്ട് അച്ചീവ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഗോൾ എന്താണെന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഒരു പേപ്പറും പേനും എടുത്ത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ 3 സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്വപ്നം നേടിയെടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന 3 സന്തോഷങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് എഴുതണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നം എന്താണെങ്കിൽ, അതൊരു പക്ഷേ നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരു പുതിയ കാറ് മേടിക്കുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കരിയർ ഗ്രോത്ത് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലുള്ള പ്രോഫിറ്റ് ആവാം, ടേൺ ഓവർ ആവാം, എന്ത് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ. ആ സ്വപ്നം നേടിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന 3 സന്തോഷങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ എഴുതണം. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് എഴുതുമ്പോഴേക്കും നിങ്ങൾക്ക് ശരിക്കും ആ ഒരു ഹാപ്പിനെസ്സിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. കാരണം ഈ 3 കാര്യങ്ങൾ ഞാൻ നേടിയെടുക്കുമ്പോൾ, ഈ ലക്ഷ്യം എനിക്ക് ലഭിച്ചാൽ, ഈ ലക്ഷ്യം ഞാൻ അച്ചീവ് ചെയ്താൽ, എനിക്ക് ഈ 3 കാര്യങ്ങൾ എനിക്ക് എൻജോയ് ചെയ്യാൻ എനിക്ക് സാധിക്കും. ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ സ്വപ്നം നേടാതെ പോയാൽ ഉണ്ടാകുന്ന 3 പെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണ്, എനിക്കുണ്ടാകുന്ന വേദനകൾ, എനിക്ക് ഈ സ്വപ്നം എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ, ലക്ഷ്യത്തിലേക്ക് എത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അനുഭവിക്കാൻ പോകുന്ന 3 പ്രധാനപ്പെട്ട പെയിൻ, അത് കൃത്യമായിട്ട് ആ പെയിനായിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതാൻ സാധിച്ചാൽ, കാരണം ആ ബുക്കിലേക്ക്, ആ പേപ്പറിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കൊരു പെയിൻ ഫീൽ ചെയ്യണം. അത് നിങ്ങളെ നോക്കി ശരിക്കും സംസാരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നണം. ആ ഒരു പെയിൻ ഉണ്ടാവണം. അത് ആ പെയിൻ നിങ്ങൾക്ക് ഒരു പേപ്പറിലേക്ക് നിങ്ങൾക്ക് പകർത്തി എഴുതാൻ സാധിക്കണം. ഞാൻ ഈ ലക്ഷ്യം നേടിയെടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത്, വെറുതെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നല്ല, ആ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് 1, 2, 3 3 പെയിൻ പോയിന്റ്സ് ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്വപ്നം നേടിയെടുത്തേ മതിയാകൂ എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും. കാരണം 3 പ്ലഷർ പോയിന്റ്സ് നമ്മൾ കണ്ടു, 3 പെയിൻ പോയിന്റ്സ് നമ്മൾ കണ്ടു. ഇപ്പൊ 6 പോയിന്റുകൾ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ തുടങ്ങി വെക്കേണ്ട 3 പ്രധാനപ്പെട്ട ആക്ഷൻ സ്റ്റെപ്പ്. 3 പ്രധാനപ്പെട്ട ആക്ഷൻ സ്റ്റെപ്പ്. കുറേ കാര്യങ്ങളുണ്ടാവും. മേ ബി നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എഴുതാം. എന്നിട്ട് ആ ലിസ്റ്റിൽ നിന്ന് പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് 3 കാര്യങ്ങൾ മാത്രം എടുക്കാം. ആ 3 കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റണം. ഇപ്പൊ മൊത്തം 9 കാര്യങ്ങളായി. 3 പ്ലഷർ പോയിന്റ്സ്, 3 പെയിൻ പോയിന്റ്സ് ആൻഡ് 3 ആക്ഷൻ സ്റ്റെപ്സ്. ഈ 9 കാര്യങ്ങൾ നമ്മൾ കൃത്യമായി നമ്മൾ ഒരു പേപ്പറിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും ആ സ്വപ്നം നേടിയെടുത്തേ മതിയാകൂ എന്ന തീരുമാനത്തിലേക്ക് ഒന്നുകൂടെ നിങ്ങൾക്ക് അടുക്കാൻ സാധിക്കും. ആ ലക്ഷ്യം നമുക്ക് എന്തായാലും നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ 3 ആക്ഷൻ സ്റ്റെപ്പ് എഴുതിയതിൽ ശീലമാക്കേണ്ട ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് നിങ്ങൾ കണ്ടെത്തണം. 3 കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഏതെങ്കിലും ഒരു കാര്യം ഒരു ഹാബിറ്റാക്കി മാറ്റാൻ കൂടെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളുടെ ആക്ഷൻ പ്ലാനിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ആക്ഷൻ പ്ലാനിനെ ഒരു ഹാബിറ്റാക്കി മാറ്റുക. ആക്ഷൻ പ്ലാൻ ഹാബിറ്റാക്കി മാറ്റുന്ന സമയത്താണ് നിങ്ങൾക്ക് ആ ഒരു കൺസിസ്റ്റന്റ് റിസൾട്ട് ലഭിക്കാൻ തുടങ്ങുന്നത്, നിങ്ങളുടെ എഫേർട്ടിന്റെ റേഷ്യോ കൂടാൻ തുടങ്ങുന്നത്. ഇതൊക്കെ സംഭവിക്കുന്നത് ഈ പറയുന്ന ആക്ഷൻ പ്ലാനിനെ ഹാബിറ്റാക്കുമ്പോഴാണ്. വൺസ് അഗെയിൻ ഐ റിപ്പീറ്റ്, 3 കാര്യങ്ങൾ നമ്മൾ ആദ്യം പ്ലഷർ പോയിന്റ്സ് നമ്മൾ പറഞ്ഞു, 3 പെയിൻ പോയിന്റ്സ് നമ്മൾ പറഞ്ഞു, 3 ആക്ഷൻ പ്ലാൻ നമ്മൾ പറഞ്ഞു. അതിൽ നിന്ന് നമ്മളൊരു
ഹാബിറ്റ് നമ്മൾ സെലക്ട് ചെയ്തു. ദെൻ 10ാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് എല്ലാ സമയത്തും എന്ന് വെച്ചാൽ പ്രത്യേകിച്ചും നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്തും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നത്തിൽ ജീവിക്കാൻ, നിങ്ങളുടെ ലക്ഷ്യം അച്ചീവ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ, ആ ലക്ഷ്യം നിങ്ങൾ നേടിയെടുത്തു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ, എല്ലാ സമയത്തും നിങ്ങൾ അതിനെ കുറിച്ച് ബോധവാനാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആണ് ആ സ്വപ്നം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഒരു സംശയവും വേണ്ട. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രിപ്പയർഡ് ആണെങ്കിൽ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ഈ പറഞ്ഞ ഹോംവർക്ക് നിങ്ങൾ ചെയ്തിട്ടുള്ളതെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് ആ ലക്ഷ്യം നിങ്ങൾ പറയുന്ന സമയത്തിന് മുൻപ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് പോലും നിങ്ങൾ എന്താണോ ഏറ്റവും കൂടുതൽ സമയം ചിന്തിക്കുന്നത് അതാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് ഏറ്റവും കൂടുതൽ ക്യാച്ച് ചെയ്യുന്നത്. ഞാൻ പല വീഡിയോസിലും മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ ഡീപ്ലി റൂട്ടഡ് ഇമോഷൻസ് എന്ന് വെച്ചാൽ ആഴത്തിൽ വേരോടിയ ചിന്തകൾ. നിങ്ങളുടെ പ്ലഷർ പോയിന്റ്സിലൂടെയും നിങ്ങളുടെ പെയിൻ പോയിന്റ്സിലൂടെയും നിങ്ങൾ കടന്നു പോകുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഈ പറയുന്ന ചിന്തകൾക്ക് ഒരു ആഴത്തിൽ ഒരു വേരോട്ടം ഉണ്ടാക്കാൻ സാധിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ നിങ്ങൾക്ക് സ്വപ്നങ്ങളെ കൃത്യമായിട്ട് വരച്ചിടാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആക്ഷൻ പ്ലാനിലൂടെ ഒരു ഹാബിറ്റ് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ തന്നെ സാധിക്കും. എന്തായാലും ഒന്ന് തുടങ്ങി വെക്കൂ. ദെൻ നിങ്ങളുടെ റിസൾട്ട് എന്താണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രോഗ്രസ് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ തന്നെ സാധിക്കും. ഓൾ ദ വെരി ബെസ്റ്റ്.